Hello, my beautiful people. I'm happy to safe ആയി സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബിഫോർ സ്റ്റാർട്ടിങ് മൈ വീഡിയോ ഞാൻ ആദ്യം തന്നെ പറയാം, കുട്ടികൾ ദയവ് ചെയ്തിട്ട് എന്റെ ഈ വീഡിയോ കാണരുത്. ഇനി ലാസ്റ്റ് വന്നിട്ട് കുട്ടികളും കൂടെ കാണുന്ന വീഡിയോ അല്ലേ എന്തിനിങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാനൊരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം, എന്റെ വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മയിലേ കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ ഇതിൽ തെറി വിളിക്കും. വേറെ ഓപ്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഓക്കെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ മതിയാക്കിയതാണ്. ഈ പറയുന്ന ഇങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് അയ്യോ തരി ഉണ്ട്. ഇങ്ങനൊരു പദപ്രയോഗം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 2 മൈൽ എന്തൊക്കെയാണ് ഇവിടെ ഓക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ആയിരിക്കും. ഞാൻ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ നായിന്റെ മോനുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. സോറി ഗൈസ്, നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് തുടങ്ങാം. വേറെ ആരെ കുറിച്ചുമല്ല, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഈ എൻറ്റയർ വീഡിയോ നീ കാണണം. മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇത് ആ നായിന്റെ മോന് നിങ്ങൾ അയച്ചു കൊടുക്കണം. ആർക്ക്? ഈ ജാസി എന്ന് പറയുന്നവനുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇവനും പറയാൻ വേണ്ടി പറ്റില്ല, ഇവനും പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്ത. അത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് വരെ ഉണ്ട്. ചിലപ്പം അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഈ തെണ്ടീന്റെ ഇതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യണമെന്നൊരു ആൾക്കാരെ മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കാത്ത ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കുക. നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ? മനസ്സിലായില്ലേ? എനിക്ക് കണ്ണിച്ചോറില്ല, സത്യം തന്നെയാണ്. നീ ഈ വീഡിയോ ഇട്ടത് ഒരു മണിക്കൂർ മുന്നെയാണ്. കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണും അല്ല, ആണും പെണ്ണും കെട്ടതുമല്ല, പിന്നെ നികൃഷ്ട ജീവി. ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോയിട്ട് നോക്ക് പോ. കണ്ണ് പൊട്ടിയതേ അല്ല, പിന്നെ അവള് ചെലച്ചോണ്ട് അവള് വരുന്ന്. അയ്യോ ഓളെന്ന് പറയാൻ വന്നു പോന്ന് കേട്ടാ. ഓളെന്ന് എന്നാ ഇവരെ പറയണ്ടേ? ഇവരെന്നാ ഞാൻ പറയണ്ടേ? ഓനല്ല ഓളുമല്ല, ഈ നായി അങ്ങനെ പറയാല്ല, ഈ നായി അങ്ങനെ മതി. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയുള്ളൂ. ജാസി ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഓണാക്കും മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത് ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു.
സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നികൃഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ നടന്ന് നെറ്റോള് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. മനസ്സിലായില്ലേ? എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തു വിടും. തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്. മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്ന് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോക്സ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആരെയാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കട്ട. തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ല ഈ കളിക്കുന്നേ? അല്ല പിന്നെ അല്ല ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്ക് ഇവിടെ ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ? ബാക്കി കൊടുത്തു. ഇത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ ഐ ആം സോ ഹാപ്പി. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറെ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മള് കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മനസ്സിലായി? നിനക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്നെന്ന്? മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. നിനക്ക് അതേ പറ്റൂ, വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്നാ നീ ഉപമിച്ചതെന്നാ? പ്രസവിക്കുന്ന വേദന, ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ നിനക്ക് കാണുമ്പോന്നാ? ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചോന് ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്കൽ മറ്റേ ഗർഭിണികളെ കളിയാക്കിയത് അവിടെ തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണ് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പോര. ഞാൻ പറയുന്നില്ല. നീ ഉണ്ടല്ലോ, നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ എനിക്ക് വിഷയമുള്ള കാര്യം ഞാൻ ഇനി ഏതറ്റം വരെ പോയാലും ഞാൻ പോയിക്കോളും. മനസ്സിലായില്ലേ? അല്ല വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. നിനക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിനെന്ന്.
കുറെ ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ഉണ്ട് എന്റെ കയ്യില്, ശരിയാക്കി തരാം. ഫോളോവേഴ്സ് എന്റെ അക്കൗണ്ട് റീച്ച് ആവുന്നു, എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്ന വളരെ നല്ല കാര്യം. കാരണം 1 million ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരുന്നത്. അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളുമ്പോഴാണ് എനിക്കതിങ്ങനെ നിങ്ങൾ ട്രോളുമ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ എങ്ങനെ നിനക്ക് 1 million ആൾക്കാരെല്ലാം നിന്നെ ട്രോളി പോലും. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടാ, നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ, നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന് നാട് വിട്ടോ ഉമ്മ പാവം. ഇവന്റെ നാട്ടിലുള്ള ആരും കണ്ട വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് പറയണം, ആ ഉമ്മ നാട് വിട്ടാ. അല്ല ഇവന്റെ ഈ ഇതെല്ലാം കാണുമ്പം ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ്. ഇതിനെയൊക്കെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണ് പാവം. അതിന്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം. ഇതിന്റെ കൂടെ ഉള്ളൊന്നുണ്ടല്ലോ, അതിന്റെ എല്ലാം പിന്നെ പറയുന്നില്ല. അതിന്റെ ഉമ്മ പാവം അന്ന് നമ്മൾ കണ്ടതാണല്ലോ, ഈ പറഞ്ഞ ആശീന്റെ ഒക്കെ. ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അതിനകത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു. ആരാണ് ഈ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊക്കെ മനസ്സിലാവുന്നില്ല. ഇതേപോലത്തെ ആരെങ്കിലും ആയിരിക്കും, മനസ്സിലായില്ലേ? നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യൂ. അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ പറയുള്ളൂ, ഞാൻ അന്ന് വന്നിരുന്നിട്ട് പിന്നെ ഇവൻ ഈ നായി പിന്നെ ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവരെന്നോട് പറഞ്ഞത്, അന്ന് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞത് ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞത് എന്നുള്ളതാണ്. റെനെ മെഡിസിറ്റിന്ന് പിന്നെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല, അതെന്റെ മര്യാദ. കാരണം നിങ്ങൾ കഴിഞ്ഞ സർജറിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ പറയാതിരുന്നത്. എന്നെ വിളിച്ചു വെച്ചിട്ട് ഈ തന്തയില്ലാത്ത നായിന്റെ മോൻ പിന്നെ എന്റെ വീഡിയോക്ക് വന്നിട്ട് വിളിച്ചു വെച്ചിട്ട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം എന്റെ വീഡിയോക്ക് വന്നിരുന്ന കമന്റ് ഇടുകയാണ്, പിന്നെ നീ റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ, പിന്നെ എന്റെ നമ്പർ നിന്റെ കയ്യില്ല, നീ ആരി നിന്നെ ഞാൻ വിളിച്ചു ചോദിക്കാൻ, എന്റെ മാമന്റെ മോനെ നിന്നെ ഞാൻ വിളിച്ചിട്ട് ഏട്ടാ നീ ഏതാ മറ്റേ ഇത് സർജറി കഴിഞ്ഞത് പിന്നെ സിലിക്കോൺ വെച്ചതാണോ അല്ല ഡൗൺ സർജറി ആണോ, നീ ആരാടാ നീ ആരാ നിന്നെ വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ട്? അല്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവ ഒരു കമന്റ് ഇട്ടിനി, റീച്ചിന് വേണ്ടിട്ടല്ലേ പിന്നെ ചെയ്ത്. പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത്? എന്തിനാടാ ചെയ്യുന്നത് നീ? നിനക്ക് നിന്റെ മറ്റേ മീനെയും കൂട്ടിട്ടാണ് ഇരുന്ന് വെളിച്ചെണ്ണി ഒഴിച്ച് കളിച്ചുത്തിരുന്നാ പോരെ? നീ എന്താ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ഇടുന്നത്? റീച്ചിന് വേണ്ടിട്ടല്ലേ, ഉണ്ടാക്കാൻ തന്നെയല്ലേ, അല്ലാണ്ട് ചേരക്കാനല്ലല്ലോ. അല്ല പിന്നെ അല്ല 1 million പൈസ വാങ്ങി ചെയ്യുന്ന 1 million ഉള്ള ആൾക്കാർ പുള്ളി ട്രോളി. എടാ നിന്നെ ട്രോളും. കാരണം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും. അത് ട്രോളല്ല, ഒരു തരം പ്രതികരണമാണത്, മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിലും ഈ ബുദ്ധിയില്ലാത്തതിന് എന്തെങ്കിലും ഒരു ബുദ്ധി വരട്ടെ എന്ന് വെച്ച് ഏടാ നീ പോത്തുമല്ല കാണ്ടാമൃഗമല്ല, ഐറ്റിങ്ങൊക്കെ ഇതിനേക്കാളും കുറച്ചൊരു അന്തസ്സും മര്യാദയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ജാസിയോടാണ് എനിക്ക് പറയാനുള്ളത്. ആണും പെണ്ണും കെട്ടതല്ലാത്ത നികൃഷ്ട ജീവി നിന്നോടാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിണ്ടല്ലോ പേരെന്നെ പറയണോടാ, അല്ലാണ്ട് 1 million ഉണ്ട് ഹസ്ബൻഡിനെ കാണിക്കാത്ത അല്ലാണ്ട് അക്കൗണ്ട് കയറി നോക്കടാ ചെറ്റേ, ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ ഇവൻ ഈ തുറന്ന് കാട്ടിന്ന് പറയുന്നില്ലേ, ഇവന്റെ സിലിക്കോൺ 1 million അത് ഞാനായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോ ഇനി സപ്പോർട്ട് മൂട് താങ്ങുന്ന ടീമിനോടാണ്. ഇവനാണ് സ്ത്രീ ആവാൻ നടക്കുന്നവൻ. ഇവൻ സ്ത്രീ ആവാൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് ഒലത്തി അങ്ങ് കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ നിന്റെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. നിന്റെ സിലിക്കോണും കണ്ട് പുളങ്കിതയായി ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? കാണിച്ചു കൊടുത്തിട്ട് വിശ്വാസമില്ല പോലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ലാന്നോ, നിങ്ങളെ സർജറിന്റെ പുറത്ത് എനിക്ക് വിശ്വാസം ഇല്ലാന്നോ ഞാൻ പറഞ്ഞിട്ടില്ല.
നിങ്ങൾ അണ്ടി മുറിച്ചതല്ല എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഡൗൺ സർജറി അല്ല ചെയ്തത്, നിങ്ങൾ ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്ന് ആൾക്കാർ പറയട്ടെ, എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ, ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന നായി പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല, ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോലെ അത് മനസ്സിലായിട്ടില്ല, മനസ്സാക്ഷിയില്ല, കണ്ണിച്ചോറിയ കണ്ണില് ഞാൻ പറയുന്നില്ല. ഞാൻ നടന്ന് നിങ്ങൾ മര്യാദക്ക് എന്റെ വീഡിയോ കാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ സർജറിയെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം വിവിന്റെ വീഡിയോയില് പിന്നെ വേറെ ഏതൊരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആള് വന്നിരുന്ന് പറയുന്നുണ്ട്, റെനെ മെഡിസിറ്റിയിൽ വിളിച്ച സമയത്ത് അവര് ബബ്ബ അടിക്കുന്നുണ്ട്, ജാസി പിന്നെ വേറെ ഏതോ ആവശ്യത്തിനാണ് വന്നത്, സർജറി ചെയ്യാനല്ല വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലപ്പം വല്ല മൂലക്കുരു, ആൾക്കാർ പറഞ്ഞ പോലെ വല്ല മൂലക്കുരു ആയിരിക്കും, പറയാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, മൂലക്കുരൊക്കെ വരാം. ഓക്കെ. അപ്പോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ഏത് സെക്ഷനിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്, അങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നതാണ് ബെറ്റർ. ആ ഹോസ്പിറ്റലിനെതിരെയും ഈ പറയുന്ന നായിക്കെതിരെയും കേസ് ഫയൽ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇനി ഹോസ്പിറ്റലുകാർ വിളിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസി നിനക്ക് അവർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം. ഹോസ്പിറ്റലുകാര് എന്റെ പിന്നെ ഇത് മുറിച്ചിട്ട് അവിടെ സിലിക്കോൺ പറ്റിച്ചു എന്നിട്ട് അവര് പറഞ്ഞു ആൾക്കാരോട് പറ്റിച്ചിട്ടില്ല, സിലിക്കോൺ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിനക്കും കൊടുക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനോടുള്ള ഒരു അപേക്ഷയാണ്, പിന്നെ ഇവരങ്ങനെ ഒരു സർജറിയെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്താണ് ഇതിന് നടപടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ നടപടി എടുക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകം പുറത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ 100% ഞാൻ ഉറപ്പു തരുന്നു, എന്റെ കയ്യിലുള്ള നിങ്ങൾ സംസാരിച്ച എല്ലാ സാധനങ്ങളും, നിങ്ങൾ ആരെയൊക്കെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ആ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിടും. ഓക്കെ? അപ്പൊ പിന്നെ പോട്ടെ, പരനാറി ചെറ്റെ.